ലൈംഗികത അത് എല്ലാ ജീവികൾക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാ ജീവികൾക്കും അത്യാവശ്യമായ ഒരു ഘടകമാണ്. ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും പ്ലഷർ നൽകുന്ന ഒരു കാര്യമാണ് ലൈംഗികത. പക്ഷേ നമ്മൾ അതിനെ നിശ്ചിതമായി കാണുന്നു. പ്രത്യേകിച്ചും ഒരു 40 കഴിഞ്ഞ സ്ത്രീകൾ, അവർക്ക് ഇനിയും ലൈംഗികത വേണോ? ഒരു 40 വയസ്സായ ഒരു സ്ത്രീ മധ്യവയസ്കയായി എന്നാണ് കരുതുന്നത്. പക്ഷേ പൊതുവെ ഒരു സ്ത്രീ അവരുടെ കർത്തവ്യങ്ങളിൽ നിന്നും ഒക്കെ മാറി, അതായത് കുട്ടികളെ വളർത്തുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ കുറെ മാറി കുട്ടികൾ കുറച്ച് വളർന്നു കഴിഞ്ഞ് അവരിപ്പോൾ കുറച്ച് ഫ്രീ ആകുന്ന ഒരു സമയമാണ് ഈ 40 വയസ്സ്, 45 വയസ്സ്, അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ. അപ്പോൾ അവർ കുറെ ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള സമയമുണ്ടാകും. ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ അതിരിക്കട്ടെ, അല്ലാത്ത സമയം അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചിലവഴിക്കും. ആ സമയത്ത് അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ, അതായത് ലൈംഗികമായ ആവശ്യങ്ങൾ, അവ നിറവേറ്റപ്പെടേണ്ടതല്ലേ? അതോ അവർ ഭസ്മക്കുറിയുമൊക്കെ അണിഞ്ഞ് പൂജാദ്രവ്യങ്ങളുമായി ഒരു പൂജാമുറിയിൽ കുത്തിയിരിക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗികത ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഹൈലി എനർജറ്റിക് ആയിട്ട് അവർ ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നത് 30നും 45നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ്. കൂടാതെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾ, അവർക്ക് സെക്സ് വളരെ സേഫാണ്. പ്രത്യേകിച്ച് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അബോർഷന് പോകണം, അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഏറ്റവും നല്ലത് സ്വന്തം പാർട്ട്ണർ, സ്വന്തം ഭർത്താവ്, ആ ആളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. പക്ഷേ ഈ സമയത്ത് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതായത് നമ്മുടെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസ്, സ്ത്രീകളുടെ ഹോർമോൺസ്, അത് കുറയും. അത് കുറയുന്നതിനനുസരിച്ച് അവരുടെ യോനിയുടെ ആ നേർമ, അതായത് നേർത്തതായി പോകും, അത് ചുരുങ്ങുകയും ചെയ്യും. ആ സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പെയിൻ ഉണ്ടാകുന്നത് കാരണം അവരുടെ ആ വജൈന അല്ലെങ്കിൽ യോനി ചുരുങ്ങും. അതിനെ നമ്മൾ പറയുന്നത് മെഡിക്കൽ ടേമിലെ ഡിസ്പെയൂണിയ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം? അതായത് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെനട്രേഷൻ, അല്ലെങ്കിൽ അകത്തേക്ക് കയറുക എന്നുള്ളത് മാത്രമല്ല. അതിനു മുൻപ് ആ പാർട്ട്ണർ നമ്മുടെ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് വളരെയധികം ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഭർത്താവുമായിട്ട് തുറന്ന് സംസാരിക്കുക. എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, അപ്പോൾ എന്നോട് പെരുമാറുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഫോർപ്ലേ എന്നൊരു കാര്യം. അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. നമ്മുടെ യോനിയുടെയൊക്കെ മുൻപിലായിട്ട്, മൂത്രനാളത്തിന് മുൻപിലായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമാണ് ക്ലൈറ്റോറിസ്. ആ ക്ലൈറ്റോറിസ് വളരെയധികം സെൻസിറ്റീവാണ്. അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗം. ആ സെൻസിറ്റീവായിട്ടുള്ള ഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകി അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനൊപ്പം തന്നെ ആ സ്ത്രീക്ക് വേണ്ട പ്ലഷർ പല രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അത് പുരുഷന്മാർക്കറിയാം. അങ്ങനെ നൽകുകയാണെങ്കിൽ മാത്രമല്ല, അവരുടെ ബാക്ക് സൈഡിലും മറ്റും ഒന്ന് തലോടുകയോ, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രകീർത്തിക്കുകയോ, അവരുടെ സൗന്ദര്യത്തിനെ പറ്റി സംസാരിക്കുകയോ, അവരുടെ പഴയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ വളരെയധികം പ്ലസന്റ് ആയിട്ട് മാറും. സ്ത്രീകൾക്ക് അത് ആ വജൈനൽ ലൂബ്രിക്കേഷൻ, വജൈനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ കാരണമാകും. സാധാരണ രീതിയിൽ മെനോപോസ് ആകുമ്പോൾ ആ ഫ്ലൂയിഡ് സെക്രേഷൻ ഒക്കെ കുറയാറുണ്ട്. പക്ഷെ ഇത്തരം ഫോർപ്ലേ കൊണ്ട് വളരെയധികം കുറച്ച് ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും, ഇനി ലൂബ്രിക്കേഷൻ ഇല്ലാതെ നിൽക്കട്ടെ, നമുക്കുണ്ടല്ലോ ഇവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് നമുക്ക് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ഈസ്ട്രോജൻ അടങ്ങിയ ബ്ലോസം എന്നൊക്കെ പറയുന്ന ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ളത് ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും ആദ്യം ഈ പാർട്ട്ണർ ചെയ്യേണ്ടത് അവളെ മറ്റു രീതിയിൽ അവളുടെ ശരീരത്തിന് വേണ്ട സുഖം കൊടുക്കുക എന്നാണ്. ഏറ്റവും അടുത്ത് പെരുമാറുക, നന്നായിട്ട് അവളുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക.
ആ സമയം അവളുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ, അതുപോലെ നോർ എപ്പിനെഫ്രിൻ, അതുപോലെ തന്നെ സിറോട്ടോണിൻ, ഡോപ്പമൈൻ എന്നീ ഹോർമോൺസ് ഉണ്ടാകും. ആ സമയത്ത് അവൾ ഒരു ഓർഗാസത്തിലേക്ക് പോകും, വല്ലാത്തൊരു പ്ലഷറിലേക്ക് പോകും. അപ്പോഴും പെനിട്രേഷൻ നടന്നിട്ടില്ല. ആ സമയം അവൾ ഓർഗാസം, അതായത് അതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സെക്ഷൽ പ്ലഷർ തുടങ്ങുന്ന സമയത്ത്, ആ സമയം അവളത് അനുഭവിക്കട്ടെ, ആസ്വദിക്കട്ടെ. ആ സമയം ആ ഭർത്താവിന് പെനിട്രേഷൻ എളുപ്പമായിരിക്കും. കാരണം അവിടെ വജീനക്കകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും, ലൂബ്രിക്കേഷൻ, നനവുണ്ടാവും. ആ സമയത്ത് ഈ നാരോയും ആ ചുരുങ്ങലും കുറയും. ഇങ്ങനെയൊക്കെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു പുരുഷന് തൻ്റെ കാമ സംതൃപ്തി കണ്ടെടുക്കാൻ കഴിയും. പിന്നെ ചില പുരുഷന്മാരുണ്ട്, മിക്കവാറും എല്ലാ സ്ത്രീകളിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40 കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ആർത്തവ വിരാമം കഴിഞ്ഞാലും അവർക്ക് വീണ്ടും അവർ വീട്ടുപണിക്കാരെ പോലെ പണി ചെയ്യുകയാണ്. എന്നിട്ട് രാത്രി ഭർത്താവും ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കും. രാത്രി ഒരു വല്ലാത്ത ദുർഗന്ധത്തോടെ, അതായത് കുളിക്കാതെയും പല്ല് തേക്കാതെയും മദ്യത്തിന്റെ മണത്തോടെയും അതുപോലെ സിഗരറ്റിന്റെ മണത്തോടെയും ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ അവൾക്കറിയാതെ മനസ്സ് വല്ലാതെയാകും. അവൾക്കുള്ള ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ എറോസൽ പോലും മാഞ്ഞുപോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പേ, ലൈംഗിക ബന്ധത്തിന് മുൻപേ രണ്ടുപേരും നന്നായിട്ട് കുളിക്കുക, ശരീരം വൃത്തിയാക്കുക, അതുപോലെ തന്നെ പല്ല് തേക്കുക. ദുർഗന്ധം, വായിൽ നിന്നുള്ള ദുർഗന്ധം ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. പിന്നീട് ഇത്തരം ഞാൻ പറഞ്ഞ ഫോർപ്ലേയിലൊക്കെ കൂടെ അവളെ തന്നിലേക്ക് അടുപ്പിക്കുക. ഇതാണ് ഒരു പുരുഷൻ ചെയ്യേണ്ടത്. ഇനി സ്ത്രീകൾക്ക് ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഇന്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ തടയാൻ പറ്റും? അതിന് പല മരുന്നുകളുമുണ്ട്. നമുക്ക് അവരെ സെക്ഷൽ കൗൺസിലിംഗിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു മെനോപോസ് കഴിഞ്ഞു അല്ലെങ്കിൽ ആർത്തവ വിരാമം കഴിഞ്ഞു എന്ന് വെച്ചാൽ അവളുടെ സൗന്ദര്യം ഒന്നും പോയി പോകുന്നില്ല. അവൾ ആവശ്യമുള്ള നല്ല ആഹാരം കഴിക്കുകയും പ്രോട്ടീനും വൈറ്റമിൻസും ഉള്ള ആഹാരം കഴിക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയും വേണം. നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന എക്സസൈസ് അല്ലേ, അതായത് പ്ലാങ്ക്സ് ഉണ്ട്, അതുപോലെ പുഷപ്പ് ഉണ്ട്, ബോൾ എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ യോഗ, ഡാൻസ്, അങ്ങനെ പല രീതിയിൽ അവരുടെ മസിൽസിന് അവർക്ക് ശക്തി കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ താഴെയുള്ള നമ്മുടെ ഈ മൂത്രനാളി, അതുപോലെ തന്നെ വജീനയും ഏനസും ഒക്കെ കാണുന്ന ആ ഫ്ലോറിലെ മസിൽസിനെ, വാൽവുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ചില എക്സസൈസുകളുണ്ട്. അതായത് ആദ്യം ആ വാൽവ് ഒന്ന് ചുരുക്കുക, ശ്വാസകത്തേക്ക് വലിച്ച് ചുരുക്കുക, പിന്നീട് അത് റിലാക്സ് ചെയ്ത് വിടുക. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ വാൽവുകൾ വളരെയധികം സ്ട്രോങ് ആവുകയും അങ്ങനെ അവരുടെ വജൈനയുടെ ആ ചുരുങ്ങൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയധികം ഈ പെയിൻ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഇത്തരം പല രീതിയിൽ നമുക്ക് ഒരു പോസ്റ്റ് മെനോപോസൽ ലേഡി, അതായത് ആർത്തവ വിരാമം വന്ന സ്ത്രീക്ക് നമുക്ക് നല്ലൊരു ലൈംഗിക ജീവിതം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് കൂടാതെ തന്നെ ബ്ലോസം എന്നൊക്കെ പറയുന്ന ചില ലൂബ്രിക്കൻസ് ഉണ്ട്. കൂടാതെ ചില മരുന്നുകൾ, ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് പുരുഷ ഹോർമോണാണ്. ആ പുരുഷ ഹോർമോൺ ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ അവരുടെ ഈ പെയിനും അതുപോലെ തന്നെ ഈ വജൈനയുടെ നാരോയിങ് അല്ലെങ്കിൽ അതിന്റെ ചുരുങ്ങലും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചെറിയ അളവിലേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈസ്ട്രോജൻ, ഫീമെയിൽ ഹോർമോൺസ്, അതും ചെറിയ അളവിൽ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നൽകാവുന്നതാണ്. കണ്ടിന്യൂസ് നൽകുകയാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസറിനും മറ്റും കാരണമാകും, അല്ലാതെ നൽകുക. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ് സെക്സ് എന്ന് വെച്ചാൽ? എന്താണ് സെക്സ് എന്ന് വെച്ചാൽ? രണ്ട് ദേഹികളും തമ്മിൽ ചേരുന്നതാണ്. ആ സമയത്ത് അവർ രണ്ടുപേരല്ല, ഒന്നാണ്. രണ്ട് ശരീരങ്ങൾ ഒന്നാവുകയാണ്, രണ്ട് ആത്മാക്കൾ ഒന്നാവുകയാണ്. ആ ആത്മസ്നേഹം, ആ പ്രണയത്തിൽ നിന്ന് മാത്രമേ സെക്സ് ഉത്ഭവിക്കുകയുള്ളൂ. അല്ലാതെ യാന്ത്രികമായി കാണിച്ചു കൂട്ടുന്നതൊന്നും സെക്സ് അല്ല. അത് മൃഗീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും 40, 50, 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ടോപ്പ് സിംഗറായിട്ടുള്ള മഡോണ, അവർ വളരെ യങ് ആയിട്ടുള്ള ഒരു പയ്യനുമായിട്ടാണ് അവരുടെ പാർട്ട്ണർഷിപ്പ്. അതുപോലെ തന്നെ ഫുട്ബോൾ ഇതിഹാസം നെയ്മർ,
നെയ്മറിന്റെ അമ്മ വിവാഹം കഴിച്ചിരിക്കുന്നത് വളരെ യങ് ആയ ഒരു ചെറുപ്പക്കാരനെയാണ്. അപ്പൊ ഈ നെയ്മറുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരുടെ പ്രായം നമുക്ക് ഊഹിക്കാമല്ലോ. അവരൊരു സെക്ഷൽ ലൈഫ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ പറ്റുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. അവിടുത്തെ ആക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ അഭിനേത്രികളാണെങ്കിലും പ്രശസ്തരായ ഗായകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അവർക്ക് ഏജ് അവിടെ ഒരു പ്രശ്നമില്ല. അവരെപ്പോഴും ചെറുപ്പമാണ്. അവർ വളരെ ആക്റ്റീവായിട്ട് ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നവരാണ്. പിന്നെ അല്പമൊക്കെ ഒന്ന് സൗന്ദര്യം പുറത്ത് കാണിച്ചു എന്ന് പറയുന്നത് തെറ്റല്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അത് അവൾ കീപ്പ് ചെയ്യണം. ഇല്ലാതെ അയ്യോ ഞാൻ വയസ്സായി പോയി, ഇനി ഞാനൊരു നേരിയത് മുണ്ടും കൊടുത്ത് അടുക്കളയിൽ നിൽക്കുക, അതല്ല വേണ്ടത്. ആത്മീയത വേണം, ആത്മീയത വേണം. പക്ഷേ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാകരുത്. സന്യാസത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ആത്മീയ ജീവിതത്തോടൊപ്പം തന്നെ ലൗകികമായിട്ടുള്ള ജീവിതവും വേണ്ടതാണ്. ആ ലൗകിക ജീവിതത്തിൽ ഒരു പുരുഷന് ആൻഡ്രോപോസ് ആകുന്നത് വരെ, അത് ചിലപ്പോൾ 80 വയസ്സോ 85 വയസ്സോ വരെ ആവാം. സ്ത്രീക്കും അതുപോലെ തന്നെ മെനോപോസ് കഴിഞ്ഞാൽ 80 വയസ്സ് വരെ വേണമെങ്കിലും എന്നും എല്ലാ ദിവസവും മിക്കവാറും വലിയ തടസ്സങ്ങളില്ലാതെ എല്ലാ ദിവസവും അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവൾക്ക് അധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈംഗികത ഉണ്ടാകില്ല. ആ വളരെ സുന്ദരമായ ലൈംഗികത അത് അവൾക്ക് തുറന്നു പോകാൻ പറ്റും. നിങ്ങൾക്കറിയാമോ ഒരു കാര്യം, 40 കഴിഞ്ഞ ദമ്പതികളിൽ എന്താണ് അവരുടെ റിലേഷൻഷിപ്പ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നത്? അത് ഒന്ന് മാത്രമാണ്, ലൈംഗിക ബന്ധം. ആ ലൈംഗിക ബന്ധം സ്ട്രോങ് ആകാൻ നമുക്ക് ശ്രമിക്കാം. എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈംഗിക റിലേഷൻഷിപ്പ് ഉണ്ടോ അത്രത്തോളം ആ സ്ത്രീയുടെ യുവത്വം, അല്ലെങ്കിൽ ആ എത്ര വയസ്സായാലും യുവത്വം നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ മനസ്സിന്റെ സ്ട്രെസ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടും. കൂടാതെ ഈ പാർട്ട്ണറിനും അതുപോലെ പങ്കുവയ്ക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു കാർഡിയാക് സർജറി കഴിഞ്ഞ് വന്ന ആളാണ്. അയാൾ എന്നാണോ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് അയാളുമായി ലൈംഗിക ബന്ധം പുലർത്താം. ലൈംഗിക ബന്ധം പുലർത്തുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് ആക്ഷൻ, അതായത് അതിന്റെ ശക്തിയായിട്ടുള്ള ആക്ഷൻ അത് കൂടും, പമ്പിങ് കൂടും. മാത്രമല്ല നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ വളരെ വൃത്തിയും വിയർത്ത് കുളിച്ച് ആണ് ഒരാൾ നിൽക്കുക. അപ്പൊ അയാളുടെ ശരീരത്തിലുള്ള എല്ലാ എനർജി എടുക്കുന്നതാണ്. അപ്പോൾ ഒരു മോഡറേറ്റ് രീതിയിൽ, ഒരു പരമാവധി ഒരു മിതമായ രീതിയിൽ തുടങ്ങുക. പിന്നെ ഈ ഹാർട്ട് സർജറിയും അതുപോലെ ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലത്. നിങ്ങളുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള, നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. നിങ്ങളൊരു പുതിയ ഇണയെ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, ഒരു പുതിയ സ്ത്രീയുമായി നിങ്ങൾ പ്രണയത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ, അവരുമായിട്ട് നിങ്ങളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുതിച്ചുയരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ടിന്റെ ആക്ഷൻ, പമ്പിങ് ആക്ഷൻ വളരെയധികം കൂടുകയും നിങ്ങളുടെ ഹാർട്ടിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈവൻ മരണം പോലും സംഭവിക്കാനായിട്ട് കാരണമുണ്ട്. അതുകൊണ്ടാണ് പല ഹാർട്ട് പേഷ്യൻസിനും ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മരണം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബയോളജി ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓർഗാസം, അതായത് രതി മൂർച്ച ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തില് സിറോട്ടോണിൻ എന്ന് പറയുന്ന പ്ലഷർ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ആ പ്ലഷർ ഹോർമോൺ നിങ്ങളെ പലതരം മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും. അത് നമുക്ക് ആവശ്യമാണ്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലസന്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ലതായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം, വേണ്ടത്ര എക്സസൈസ്, അതുപോലെയുള്ള പെൽവിക് എക്സസൈസ്, വേണ്ട ലൂബ്രിക്കേഷൻ, വെജൈനൽ ലൂബ്രിക്കേഷൻ, അതായത് ഇവനൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള കോക്കനട്ട് ഓയിൽ മതി, അത് നമുക്ക് സ്വയം ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവരോടുള്ള ഇന്റിമസി, നല്ല രീതിയിലുള്ള സംസാരം, പിന്നെ പഴയ ഓർമ്മകൾ ഉണർത്തുന്നതും
ചെറുതായിട്ടൊന്ന് സെഡ്യൂസ് ചെയ്യുന്നതായിട്ട് ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുമിച്ചിരുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. എപ്പോഴും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം ഒരു വീട്ടിൽ അവൈലബിൾ ആണ്. കാരണം അവർക്ക് ഇടയിൽ ആ ഇന്റിമസി കൂട്ടാൻ അത് സഹായിക്കും. ഒരിക്കലും നെഗറ്റീവായിട്ട് അവരെ പറ്റി സംസാരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ചും സമൂഹത്തിന് മുന്നിൽ വെച്ചും. അപ്പോൾ നിങ്ങൾക്ക് അവർ തമ്മിലുള്ള കാരണം എന്താണ്, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മധ്യവയസ്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പാർട്ട്ണറിന്റെ ആവശ്യം. നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡ് മറിച്ച് കിടക്കുന്ന ദമ്പതികളെ? അവർക്ക് വഴിക്ക് പകരം അവരുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. കാരണം അത്ര ദൃഢമാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് അവർ എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള അഫയേഴ്സിനെയും മറ്റും പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ലൈംഗികതയുടെ അത്യാവശ്യം, അത് ജീവിതത്തിൽ നൽകുന്ന പ്ലഷർ, സന്തോഷം, അതില്ലാതിരിക്കുന്നതിൻ്റെ സന്താപം, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സ്ത്രീകളെ, നിങ്ങൾ മധ്യവയസ്കരായി എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണം, ആരോഗ്യപരമായ ഒരു ജീവിതം, ലൈംഗിക ജീവിതം. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണർ ഇല്ലാത്തവർ നല്ലൊരു പ്രണയിക്കുന്ന ഒരു മനുഷ്യനുമായിട്ടോ ഒരു നല്ല ലൈംഗിക ജീവിതം തുടരും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.